ഒന്നുമില്ല, വെറുതെ പിള്ളേരായിട്ടൊന്നും ഇങ്ങനെ ഇറങ്ങിയതാണ്. കുഞ്ഞു മക്കളെ ഹായ് സുഹൃത്തുക്കളെ, നമസ്കാരം. ഇന്ന് മിനി ഊട്ടി, അതായത് കൊണ്ടോട്ടി അടുത്തുള്ളൊരു സ്ഥലമാണ് കേട്ടോ. ഹൈ റേഞ്ച് ഏരിയയാണ് മിനി ഊട്ടി, പലർക്കും അറിയാവുന്ന സ്ഥലമാണ്. അപ്പം മിനി ഊട്ടിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ഇവിടെ എഴുതി വെച്ചതനുസരിച്ച് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗ്ലാസ് ബ്രിഡ്ജാണ് എൻ്റെ ബാക്കിലുള്ളത്. കറക്റ്റാണെന്ന് എനിക്കറിയില്ല, ഇവിടെ അങ്ങനെയാണ് എഴുതി വെച്ചിട്ടുള്ളത്. കുറേ പേര് അതിൻ്റെ പിന്നിലുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇവിടുത്തെ കുറേ കാര്യങ്ങളാണ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ യാദൃശികമായിട്ടാണ് ഇപ്രാവശ്യം മിനി ഊട്ടിയിലെത്തിയത്. കാരണം ഞങ്ങൾക്ക് അവിടെ ഒരു റിസോർട്ടിൽ സൽക്കാരമുണ്ടായിരുന്നു. സൽക്കാരമൊക്കെ കഴിഞ്ഞ് മിനി ഊട്ടി ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ചു. 20 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ വന്ന മിനി ഊട്ടിയുടെ ഈ അത്ഭുത മാറ്റം കണ്ട് സത്യം പറഞ്ഞാൽ അമ്പരന്ന് പോയിട്ടോ. വൈകുന്നേരങ്ങളിൽ നല്ല തണുത്ത കാറ്റും കൊണ്ട് പ്രകൃതിയുടെ ഈ ഭംഗി ആസ്വദിക്കാൻ വരുന്ന ഒരു സ്ഥലമായിരുന്നു മുമ്പ് മിനി ഊട്ടി. പക്ഷേ ഇപ്പോൾ ഏത് പ്രായത്തിലുള്ള ആളുകൾ വന്നാലും ഒരു വൈകുന്നേരം ചില്ലാക്കാൻ പറ്റിയ എല്ലാവിധ കാര്യങ്ങളും ഇവർ നമുക്കായിട്ട് ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. 2 ഭാഗങ്ങളിലായി 3 ഗ്ലാസ് ബ്രിഡ്ജുകളുണ്ട് കേട്ടോ ഇവിടെ. എന്തായാലും എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിൽ ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഈ ഭാഗത്തു നിന്നുള്ളൊരു കാഴ്ച തന്നെ ഒരു വളരെ മനോഹരമാണ് കേട്ടോ. മലപ്പുറം ജില്ലയിലെ ഏതാനും ഭാഗങ്ങളൊക്കെ ഇതിൻ്റെ മുകളിൽ നിന്നാൽ നമുക്ക് കാണാൻ പറ്റും. ഇതാണ് ഇവിടുത്തെ പാർക്കിംഗ്. ഈ ഒരു മലമുകളിൽ ഇങ്ങനെ ഒരു പാർക്കിംഗ് സൗകര്യമൊക്കെ ഒരുക്കുക എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ 20 വർഷങ്ങൾക്ക് മുമ്പ് ചിന്തിക്കാനും കൂടി കഴിയില്ല. അപ്പോൾ ഇതൊക്കെ ഇവിടെ നിർമ്മിച്ചത് സത്യം പറഞ്ഞ ഒരു അത്ഭുതം തന്നെയാണ്. അതേപോലെ സിപ്പ് ലൈന്, സൈക്ലിങ്, നമുക്ക് എൻ്റർടൈൻമെൻറ്റ് ചെയ്യാൻ പറ്റിയ എല്ലാവിധ ഐറ്റംസും ഇവിടെ ആയിട്ട് ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. ഇവിടുത്തെ സിപ്പ് ലൈന് നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ. കാരണം നമുക്ക് ഇവിടുന്ന് മേലോട്ട് നോക്കുന്നതിനേക്കാൾ കൂടുതൽ താഴോട്ട് നോക്കുമ്പോൾ അതിലേറെ കൂടുതൽ ഹൈറ്റ് തോന്നിക്കും. ഇതിൻ്റെ മുകളിൽ സഞ്ചരിക്കുന്നവർക്ക് ആ ഒരു ഭീതി എന്തായാലും ഉണർത്തും. ഇതിലൊക്കെയുള്ള പ്രൈസ് താരതമ്യേന കുറവായിട്ടാണ് എനിക്ക് തോന്നിയത് മറ്റു സ്ഥലങ്ങളെ അപേക്ഷിച്ച്. പക്ഷേ ഇവിടെ ഈ എൻട്രി ഫീസ് മാത്രം എനിക്ക് അത്ര പിടിച്ചില്ല. ഇതൊന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ലെങ്കിൽ ഒരാൾക്ക് 30 രൂപ വെച്ച് ഇവർ മേടിക്കുന്നുണ്ട്. അപ്പം അത് നല്ലതാണെന്ന് എനിക്ക് തോന്നിയില്ല. ഞങ്ങളിപ്പോൾ കയറാൻ പോകുന്നത് മുകൾ ഭാഗത്തുള്ള ഒരു എൻട്രി പോയിന്റിലോട്ടാണ്. ഇവിടെ നല്ലൊരു വ്യൂ പോയിൻ്റൊക്കെ ഉണ്ട്. അതേപോലെ ഗ്ലാസ് ബ്രിഡ്ജ്, അതേപോലെ കുട്ടികൾക്കായി കുറേ റൈഡുകളൊക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ട്. നമുക്കൊന്ന് പോയി നോക്കാം. ഇതിൻ്റെ ഉള്ളിലോട്ട് കയറിയാൽ ഒരു അത്യാവശ്യം നല്ലൊരു ഫീലിംഗ് ആണ് കേട്ടോ. കാരണം നല്ല വൃത്തിയുള്ളൊരു പാർക്ക് സെറ്റപ്പിലാണ് ഇവരിത് ഒരുക്കിയിട്ടുള്ളത്. ഫോട്ടോ എടുക്കാനും റീൽസ് എടുക്കാനൊക്കെ ഇഷ്ടമാതിരി സ്ഥലങ്ങളുണ്ട് കേട്ടോ ഇവിടെ. കുട്ടികൾക്ക് കളിക്കാനായി ഒത്തിരി റൈഡുകളുണ്ട്, കുറേ റൈഡുകളുണ്ട്. അതേപോലെ ഈ ഒരു ഫുട്പാത്തിലൂടെ അങ്ങനെ കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ നടക്കാൻ തന്നെ നല്ലൊരു ഫീലാണ് കേട്ടോ. അത്യാവശ്യം നല്ലൊരു ഏരിയ ഇങ്ങനെ നടക്കാനായിട്ടുണ്ട്. ഇതൊക്കെ ഈ മലക്ക് മുകളിൽ ഇവർ ഒരുക്കിയത് സത്യമായിട്ടൊരു അത്ഭുതമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇവിടെ നിന്നുള്ളൊരു കാഴ്ച അതിമനോഹരമാണ് കേട്ടോ. വൈകുന്നേരം ഒരു അത്യാവശ്യം നല്ലൊരു കാറ്റും വരുന്നുണ്ട് ഇവിടെ. അതേപോലെ ഈ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ ഏറ്റവും ലാസ്റ്റ് നിന്ന് ഒരു 360 വ്യൂ ഉണ്ട്, അടിപൊളിയാണ്. അത്യാവശ്യം ധൈര്യമുള്ളവർക്ക് ഈ സിപ്പ് ലൈനൊക്കെ ചെയ്യാൻ പറ്റും, അത്രേ ഹൈറ്റ് ഉണ്ട്. അതേപോലെ ഇവിടെ കുറേ ഗെയിമുകളൊക്കെ ഉണ്ട് കേട്ടോ. അമ്പെയ്ത്ത്, അതേപോലെ ഗൺ ഷൂട്ട്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഇവർ ഒരുക്കിയിട്ടുണ്ട്.
അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇതിൻ്റെ ഉള്ളിലോട്ട് കയറിയാൽ ഏത് പ്രായത്തിലുള്ള ആർക്കും ചില്ലാകാൻ പറ്റിയ കുറേ ഐറ്റംസുകൾ ഇവർ ഒരുക്കിയിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു ഫുഡ് കോർട്ടും ഇവിടെ ഉണ്ട്. അതുകൊണ്ട് വൈകുന്നേരമൊക്കെ നല്ല ചായയൊക്കെ കൊണ്ട് ഇവിടെ വന്നിരുന്ന് ഈ കാറ്റൊക്കെ കൊണ്ടിരുന്ന് ചായയൊക്കെ കുടിക്കാൻ അത്യാവശ്യം നല്ലൊരു വൈബാണ് കേട്ടോ ഈ കാഴ്ചകളൊക്കെ കണ്ടിട്ട്. ഏതായാലും ഞാൻ ഗ്ലാസ് ബ്രിഡ്ജിലോട്ട് കയറാൻ തീരുമാനിച്ചു. കുറേ പേര് ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. നല്ല തിരക്കാണ് ഗ്ലാസ് ബ്രിഡ്ജിൽ. ഇവിടെ നിന്നുള്ളൊരു വ്യൂ നിങ്ങളൊന്ന് കണ്ടു നോക്ക്, എന്താ ഭംഗി. ഈ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ ഏറ്റവും ലാസ്റ്റ് നിന്നിട്ട് ഒരു 360 വ്യൂ ഉണ്ട്. അടിപൊളിയാണ് കേട്ടോ, സൂപ്പറാണ്. ഗ്ലാസ് ബ്രിഡ്ജിൽ നിൽക്കുമ്പോഴാണ് ഒരാളെ കണ്ടത്. നമ്മളെ മൊയ്നൂസ് വ്ളോഗിൻ്റെ മൊയ്നുക്ക ഫാമിലി ആയിട്ട് ഇവിടെ വന്നതാണ്. പെട്ടെന്നാണ് മൂപ്പരെ ഞാൻ കണ്ടത്. സുഹൃത്തുക്കളെ, ഗ്ലാസ് ബ്രിഡ്ജിൽ കയറിയപ്പോൾ ഒരാളെ കണ്ടിട്ടോ, മനസ്സിലായോ? എന്തൊക്കെയാണ്, സുഖല്ലേ? ഇവിടെ എവിടെ സ്ഥലം? ഒന്നുമില്ല, വെറുതെ പിള്ളേരിനായിട്ടൊന്നും ഇങ്ങനെ ഇറങ്ങിയതാണ്. കുഞ്ഞു മക്കളൊക്കെ വീട്ടിൽ വന്നപ്പോഴേ ഒന്ന് കാണിക്കാൻ പറഞ്ഞത്. വളരെ കൂടുതൽ സന്തോഷം. താങ്ക് യു. നിശ്ചിതമായിട്ടാണ് ഇങ്ങനെ ഒരു വ്യക്തിയെ പെട്ടെന്ന് കാണാൻ പറ്റിയത്. കാണാൻ കുറേ ആഗ്രഹം ഉണ്ടായിരുന്നു മുമ്പ്. ഞാൻ നമുക്ക് കുറേ ശ്രമിച്ചതാണ്. അത്രയും പോപ്പുലറായിട്ടുള്ള അങ്ങനെയൊന്നുമില്ല എല്ലാവരും. അപ്പോൾ എന്താ നമ്മളെ കൂട്ടുകാരോട് പറയാനുള്ളത്? ഒന്നുമില്ല, താങ്ക് യു. ഈ ഏരിയനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാനിവിടെ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അന്ന് ഇത്രയൊന്നും ഡെവലപ്മെൻ്റ് ഇല്ല, ജസ്റ്റ് ഒരു പെറ്റ് പാർക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ നല്ല രസമുണ്ട്, സംഭവം അടിപൊളിയാണ്. പിന്നെ റോഡ് കുറച്ച് മോശമാണ്, പക്ഷേ എപ്പോഴും വരുമ്പോൾ കുറച്ച് ചുറ്റിയാണെങ്കിലും വേങ്ങര റൂട്ട് പൂളാപ്പീസ് വഴി വന്നാൽ പെട്ടെന്ന് എത്താം. ഞാൻ ആ റൂട്ടാണ് വന്നത്. ഈ റോഡൊക്കെ മഹാമോശമാണ്. പിന്നെ പിള്ളേരിനൊക്കെ ആയിട്ട് വന്നിരിക്കുമ്പോൾ ഒരു വൺ ഡേ ഒക്കെ ആയിട്ട് ഇങ്ങനെ ഒരു ഈവനിങ് ഒന്ന് ചില്ലാക്കാൻ പറ്റിയ സ്ഥലമാണ്. ഓക്കെ, താങ്ക് യു. താങ്ക് യു. മൊയ്നുക്ക പറഞ്ഞത് കറക്റ്റാണ് കേട്ടോ. ഇങ്ങോട്ടുള്ള റോഡ് വളരെ അബദ്ധമാണ്. ഏത് ഭാഗത്തുനിന്ന് വരികയാണെങ്കിലും റോഡിൻ്റെ കാര്യത്തിൽ കുറച്ച് മോശമാണ്. അതാണ് ഇങ്ങോട്ടുള്ള ഒരൊറ്റ പോരായ്മ. ഇവിടെ എത്തിപ്പെടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ നമ്മൾ കടന്നു വന്നത് ഇവിടുത്തെ രണ്ടാമത്തെ ഭാഗമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ 30 രൂപയുടെ ടിക്കറ്റ് എടുത്താൽ ഇങ്ങോട്ടും പ്രവേശിക്കാം. ഇവിടെയും കുറേ റൈഡുകളൊക്കെ ഉണ്ട് കുട്ടികൾക്കായിട്ടുള്ള. അതേപോലെ ഹൊറർ തിയേറ്റർ, കുട്ടികൾക്കായിട്ടുള്ള ഒരു ചെറിയ വാട്ടർ പാർക്കും ഉണ്ട്. വലിയ വാട്ടർ തീം പാർക്കിൽ പോകുന്നതിനേക്കാൾ നല്ലതാണ് ഇങ്ങനെയുള്ള ചെറിയ വാട്ടർ പാർക്കിൽ പോകുന്നത്. കാരണം കാശും കുറവായിരിക്കും, കുട്ടികൾക്ക് എൻജോയ് ചെയ്യാനും പറ്റും. അത്യാവശ്യം വേണ്ട സ്ലൈഡിംഗ് റൈഡുകളൊക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഭാഗത്തും അത്യാവശ്യം നല്ലൊരു ഫുഡ് കോർട്ടും അതേപോലെ ഫോട്ടോസും റീൽസ് എടുക്കാനുമുള്ള കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഈ കാണുന്നതാണ് ഇവിടുത്തെ രണ്ടാമത്തെ ഏരിയ, അതായത് തായ് ഭാഗത്തുള്ള ഗ്ലാസ് ബ്രിഡ്ജ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഗ്ലാസ് ബ്രിഡ്ജ് എന്ന് ഇവർ അവകാശപ്പെടുന്നുണ്ട്. എനിക്കറിയില്ല, പക്ഷേ ഇവിടെ നിന്നുള്ളൊരു കാഴ്ച അത് അടിപൊളിയാണ്. എന്തായാലും നമുക്ക് അവിടെയും കൂടി ഒന്ന് കയറി നോക്കാം. ഇവിടേക്ക് കയറുമ്പോഴും നമുക്ക് റൈഡിലൊന്നും നമ്മൾ കയറുന്നില്ലെങ്കിൽ 30 രൂപ എൻട്രി ഫീസ് കൊടുക്കണം. 20 രൂപ. ഇനി അഥവാ ഗ്ലാസ് ബ്രിഡ്ജിലോ ഏതെങ്കിലും റൈഡിലോ നമ്മൾ കയറുന്നുണ്ടെങ്കിൽ ആ ടിക്കറ്റ് മാത്രം എടുത്താൽ മതി, എൻട്രി ഫീസ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ ഭാഗത്ത് സ്റ്റാളുകളും ഷോപ്പുകളൊക്കെ കുറച്ചുകൂടെ കൂടുതലായിട്ട് കാണുന്നുണ്ട്. അതേപോലെ ഇവിടെ അടിപൊളി ഒരു വ്യൂ പോയിന്റും ഇവരുണ്ടാക്കിയിട്ടുണ്ട് മുകളിലായിട്ട്. അത് ടിക്കറ്റ് എടുത്ത് കാണണം. ഏതായാലും ഇതിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ച അതിമനോഹരമായിരിക്കും. കാരണം അത്രയും ഹൈറ്റിലാണ് ഇവ നിർമ്മിച്ചിട്ടുള്ളത്. ഈ ഭാഗത്തൊക്കെ ഇരുന്ന് ഈ തായ്വാരം കണ്ട് വൈകുന്നേരം ചിലവഴിക്കാറുന്ന സത്യം പറഞ്ഞാൽ നല്ലൊരു ഫീലാണ് കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ ആൾക്കാർ ഇങ്ങോട്ട് വരുന്നതും. നമുക്ക് ഒഴിവ് ദിവസങ്ങളിൽ ഒരു വൈകുന്നേരം
ചില്ലാക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങോട്ട് വന്നാൽ അത് നഷ്ടമാവില്ല. അത്രയും മനോഹരമായ കാഴ്ചകളാണ്. ഈ ഫുട്പാത്തിലൂടെയൊക്കെ നടക്കുമ്പോൾ തന്നെ പ്രത്യേക ഒരു ഫീലാണ്. നല്ലൊരു തണുത്ത കാറ്റും. വൈകുന്നേരമാവുമ്പോൾ സൂര്യപ്രകാശം ഈ മലമുകളിൽ തട്ടുമ്പോൾ ഒരു സ്വർണത്തിൻ്റെ കളറാവും. നല്ലൊരു ഭംഗിയുള്ളൊരു കാഴ്ചയാണത്. ഇതിലൂടെ നടക്കുമ്പോൾ കണ്ടൊരു കാഴ്ചയാണ്. അത്തിപ്പഴമാണെന്ന് തോന്നി, ഇനി തെറ്റിപ്പോയതാണെന്നറിയില്ല, കമൻറ്റ് ചെയ്യണേ. വൈകുന്നേരം സമയമായപ്പോൾ ഭയങ്കരമായിട്ട് തിരക്ക് വന്നിട്ടോ, നല്ല ക്രൗഡ് വന്നു. അത്യാവശ്യം നല്ല ജനങ്ങൾ ഇങ്ങോട്ട് കയറി. ഈ ഭാഗത്തും കുട്ടികൾക്കായിട്ടുള്ള ചെറിയൊരു പാർക്ക് പോലെയുണ്ട്. ചെറിയ ഐറ്റംസുകൾ, റൈഡുകളൊക്കെ ആയിട്ട്. ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യാൻ ചെറിയ മക്കൾക്കാണ് കേട്ടോ. അവർക്ക് ഇഷ്ടമാതിരി റൈഡുകളുണ്ട്. എന്തായാലും ഈ മലക്ക് മുകളിൽ ഇതൊക്കെ നിർമ്മിച്ചു എന്ന് പറയുമ്പം സത്യം പറഞ്ഞാൽ അത്ഭുതം തന്നെയാണ്. മലപ്പുറം ജില്ലയിൽ കൊണ്ടോട്ടിക്കടുത്താണ് ഈ മിനി ഊട്ടി സ്ഥിതി ചെയ്യുന്നത്. കൊണ്ടോട്ടിയിൽ നിന്ന് ഏകദേശം 10-12 കിലോമീറ്റർ വരും. നമുക്ക് പല ഭാഗങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് കയറി വരാം. മുസ്ലിയാരങ്ങാടി, മൊറയൂർ, അരിമ്പ്ര, അങ്ങനെ പല ഭാഗത്തുനിന്നും കയറി വരാം. ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്താൽ മതി. എങ്ങനെ വന്നാലും റോഡ് കുറച്ച് മോശമാണ് ഏത് ഭാഗത്തു നിന്നായാലും. അതാണ് ഇതിൻ്റെ റൂട്ട്. ഒരു ഒഴിവു ദിവസം വൈകുന്നേരം നിങ്ങളുടെ കുടുംബം ഒന്നിച്ച് നിങ്ങൾ ചില്ലാകാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യപൂർവ്വം ഇങ്ങോട്ട് പോരാം. അത്രയും അടിപൊളി സ്പോട്ടാണ്. എന്തായാലും വന്നാൽ നിങ്ങൾക്ക് നഷ്ടമാവില്ല. അത്രയും അടിപൊളിയായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ മിനി ഊട്ടി. അപ്പോൾ ഇതൊക്കെയാണ് മിനി ഊട്ടിയുടെ വിശേഷങ്ങൾ. പുതിയ ഒരു വീഡിയോ ആയിട്ട് വീണ്ടും വരും. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്